യാക്കോബ് 1:3 നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. ഒരു മനുഷ്യൻ്റെയും ഭൂമിയിലുള്ള ജീവിതം പൂർണ്ണമല്ല. പലവിധമായുള്ള വിശ്വാസത്തിൻ്റെ പരിശോധനകൾ നിറഞ്ഞതാണ്. വിശ്വാസിയായതുകൊണ്ടും വിശ്വാസത്തിനു വേണ്ടി നിലനിൽക്കുന്നതുകൊണ്ടും നാം ധാരാളം പരിശോധനകളിൽ കൂടി കടന്നു പോകേണ്ടി വരുന്നു. ഒരു രോഗി ഒരു ഡോക്ടറിൻ്റെ അടുത്തെത്തിയാൽ ധാരാളം പരിശോധനകൾ ചെയ്യേണ്ടി വരുന്നു രോഗനിർണയത്തിനായി. അതുപോലെ ധാരാളം പരിശോധനകൾ നാം നേരിടേണ്ടി വരുന്നു നമ്മുടെ വിശ്വാസം കൂടുതൽ കൂടുതൽ ഉറപ്പേറിയതാക്കുവാൻ. പൗലോസ് അപ്പോസ്തലൻ കടന്നുപോയ കഷ്ടതകൾ ചെറുതല്ല. എന്നാൽ ഓരോന്ന് കഴിയും തോറും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിച്ചു വരുവാനിടയായി. അതുകൊണ്ട് തന്നെ നിത്യതയെക്കുറിച്ചും തൻ്റെ നിത്യതയിലുള്ള പ്രതിഫലത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട് വർദ്ധിച്ചു. അതുകൊണ്ട് ഈ ഭൂമിയിൽ സകലവും ചപ്പെന്നും ചവറെന്നും എണ്ണുവാൻ ഇടയായിത്തീർന്നു. വിശ്വാസത്തിൻ്റെ പരിശോധനകൾ നമ്മിൽ സ്ഥിരത ഉളവാക്കണം. അത് നമ്മിൽ ക്ഷമയും സഹിഷ്ണുതയും ഒക്കെ വർദ്ധിപ്പിക്കുവാൻ ഇടയായിത്തീരണം. എന്തു വന്നാലും കർത്താവിൽ ആശ്രയിച്ച് ദൈവത്തെ സ്നേഹിക്കണമെന്ന് യാക്കോബ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നു. ഈ യോഗ്യതയില്ലാതെ കഷ്ടതയിലൂടെ കടന്നുപോയാൽ നാം പ്രതീക്ഷിക്കുന്ന നല്ല ഫലത്തിന് പകരം വിപരീത ഫലം ആയിരിക്കാം അതുണ്ടാക്കുക. ആത്മീയ ശൈശവാവസ്ഥയിൽ നിന്ന് നമ്മെ പുറത്തെടുക്കുകയും ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ കൂടുതൽ അനുയോജ്യരാക്കുകയും ചെയ്യുന്ന ഏതിനെക്കുറിച്ചും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയണം. ഇത് നമ്മൾ അറിയണം. ഈ അറിവ് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. നല്ല ഫലമുണ്ടാകും എന്നറിയുമ്പോഴാണ് ഏത് കഷ്ടതയും സഹിക്കുവാൻ നാം തയ്യാറാവുക. വിശ്വാസത്തിൻ്റെ സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതിൽ നാം സന്തോഷിക്കണം. കഷ്ടതയിൽ അകപ്പെടുമ്പോഴുള്ള നമ്മുടെ മനോഭാവം വളരെ പ്രധാനമാണ്. കഷ്ടത ദൈവം അനുവദിച്ചിട്ടാണെന്നും അതിലൂടെ നമുക്ക് ആത്മീയ വർധന വരുത്തുവാനാണെന്നും നാം തിരിച്ചറിയുമ്പോൾ അതിൽ നാം സന്തോഷിക്കുവാൻ ഇടയാകണം. തൻ്റെ ജനം ആത്മീയരും വിശ്വാസത്തിൽ ഉറപ്പുള്ളവരുമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മാത്രമല്ല പൂർണ്ണതയുള്ളവരും തികഞ്ഞവരും ആയിരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഈ ജീവിതത്തിൽ എന്തു ഭവിച്ചാലും സഹിഷ്ണുത കാട്ടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. നമ്മിൽ നിന്നും കൂടുതൽ ഫലമുളവാകാനുള്ള ദൈവിക പദ്ധതിയാണ് കഷ്ടതയും പരീക്ഷണങ്ങളും. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പരിശോധനകളെ സന്തോഷമെന്ന് നമുക്ക് എണ്ണാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, വിശ്വാസത്തിൻ്റെ പരിശോധനകൾ സ്ഥിരതയിലേക്ക് ഞങ്ങളെ നടത്തുന്നതാണെന്ന് മനസ്സിലാക്കി അതിൽ സന്തോഷത്തോടെ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.